ഓൾ, വെൽക്കം ടു Roshnisfoodnlife. എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുകയല്ലേ എല്ലാവരും? അപ്പോൾ ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കട്ട്ലേറ്റ് സീരീസ് ചെയ്യാൻ പോകുന്ന കട്ട്ലേറ്റ് മറ്റൊന്നുമല്ല, നമ്മുടെ എല്ലാവരുടെയും, പ്രത്യേകിച്ച് മലയാളികളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ബീഫ് കട്ട്ലേറ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ബീഫ് കട്ട്ലേറ്റിനെ വല്ലാനായിട്ട് മറ്റൊരു കട്ട്ലേറ്റ് ഇല്ല അല്ലേ? അപ്പം എന്തായാലും നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരുപാട് സ്പൈസി ഒന്നും ആക്കാതെ എങ്ങനെയാണ് ബീഫ് കട്ട്ലേറ്റ് തയ്യാറാക്കിയെടുക്കാമെന്നാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാൻ നമുക്ക് നോക്കാം എങ്ങനെയാണ് നല്ല അടിപൊളി കിഡിലെ ബീഫ് കട്ട്ലേറ്റ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പൊ നമുക്ക് ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അപ്പൊ ഞാൻ ഇവിടെ 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫിനെ വേവിച്ചെടുക്കാൻ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇതിനെ നമുക്ക് കുക്കറിലിട്ട് വേവിക്കാനായിട്ട് പോകാം കേട്ടോ. അപ്പൊ ആ പരിപാടിയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പൊ നമ്മള് ബീഫ് വേവിച്ചെടുക്കാൻ പോകാം കേട്ടോ. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ ബീഫിനെ കഴുകി നമ്മുടെ കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പൊ ആദ്യം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക്. അടുത്തത് നമ്മുടെ കുരുമുളക് പൊടിയാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ നമ്മുടെ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമേ. ബീഫിന് ആവശ്യമായിട്ടുള്ള ഉപ്പൂടെ നമുക്കിനി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാലകളും അതുപോലെ ബീഫ് കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ബീഫ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പം ചിലർക്ക് വാങ്ങുന്ന ബീഫിന് വെള്ളം അതിൽ നിന്ന് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാനിവിടെ എന്തായാലും ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പൊ ഈ നമ്മുടെ ബീഫ് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് സമയം ഒട്ടും കളയണ്ട. നമുക്ക് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിലേക്ക് നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിലാണേ. അപ്പൊ നമുക്ക് എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഉള്ളി ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാളയാണ്. അപ്പൊ ഞാനൊരു 2 സവാള എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലുപ്പമുള്ള 2 സവാള എടുത്തിട്ടുണ്ട്. ചെറുതായി അരിഞ്ഞതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. അടുത്ത നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകാണ് കേട്ടോ. അപ്പൊ അത് 3 ചെറുതായി അരിഞ്ഞതാണ്. പച്ചമുളക് ഞാൻ വട്ടത്തിൽ അരിഞ്ഞതാണ് കേട്ടോ. അപ്പൊ ഇത് 3 നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. അപ്പൊ ഓൾറെഡി നമ്മൾ ബീഫ് വേവിക്കാൻ നേരത്തെ കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതനുസരിച്ച് വേണം ഇവിടെ ചേർക്കാൻ കേട്ടോ. അപ്പൊ ഞാനിവിടെ എന്തായാലും കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല ചേർക്കാൻ പോവാണ്. അപ്പൊ നിങ്ങളുടെ എരിവ് ഒന്ന് ബാലൻസ് ചെയ്തേണം. അതനുസരിച്ച് വേണം ഇവിടെ ചേർത്ത് കൊടുക്കാനേ. അപ്പൊ ഞാനൊരു 1/2 ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുവാണ്. അടുത്ത് നമ്മുടെ ഗരം മസാലയാണ്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. അപ്പൊ നമുക്ക് ഇളക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ മിക്സ് ചെയ്തില്ലേ, ആ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കാരണം ഓൾറെഡി നമ്മൾ ബീഫിനകത്ത് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടല്ലോ. അപ്പൊ എല്ലാം കൂടെ ഒരുപാട് ഉപ്പായി പോകണ്ട. നമുക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നമ്മുടെ മസാല റെഡിയാണ്. അതുപോലെ തന്നെ ബീഫ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നമ്മുടെ ബീഫ് വേവിച്ച ബീഫിനെ ഞാനുണ്ടല്ലോ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കേട്ടോ, ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ നമ്മുടെ ബീഫിനെ. അപ്പൊ ഞാൻ ആ ബീഫിനെ ബൗളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് പൊട്ടറ്റോ ആണ് കേട്ടോ. അപ്പൊ ഞാൻ പൊട്ടറ്റോ നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പൊട്ടറ്റോ ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉള്ളിയുടെ മസാലകൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബീഫ് വേവിച്ച സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പ് ചേർത്തിട്ടുള്ള അത് കാരണം നമ്മളിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം ഉപ്പ് ഉണ്ടോ എന്ന്. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാമേ. അപ്പൊ ഞാൻ മിക്സ് ചെയ്ത സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പൊ അല്പം ഉപ്പ് കുറവാണ്. അപ്പൊ ഞാൻ കുറച്ചുകൂടെ ഉപ്പൊന്ന് ആഡ് ചെയ്തിട്ടുണ്ടേ. അപ്പൊ നമ്മുടെ കട്ട്ലേറ്റുകളെ മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയിൽ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. നല്ല കിടിലൻ നമ്മുടെ ബീഫ് കട്ട്ലേറ്റ് റെഡിയാവും. ഇനി നമുക്ക് കട്ട്ലേറ്റിന് ആവശ്യമായിട്ടുള്ള മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഇനി നമുക്ക് കട്ട്ലേറ്റിന് ഷേപ്പ് ആക്കി എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം. ഓവൽ വേണമെങ്കിൽ ഓവല്, റൗണ്ട്, അതല്ല ഇനിയും ഏത് ഷേപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുത്തെടുക്കാം. അപ്പൊ ഞാൻ ഇതെടുത്ത് ഷേപ്പ് ആക്കി എടുക്കാൻ പോവാണ്.
കട്ട്ലേറ്റ്സ് റെഡിയാണ്. ഡിപ്പ് ചെയ്യാനുള്ള മുട്ടയും നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബ്രെഡ് ക്രംസ് റെഡിയാണ്. ജസ്റ്റ് ഡിപ്പ് ചെയ്ത് കോട്ട് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ നമുക്ക്. കട്ട്ലെറ്റ്സ് ഒക്കെ നമ്മൾ ഷേപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ നന്നായിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ അടുത്ത പരിപാടി നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിനടുത്ത് പാൻ കാസ്റ്റ് ഓയിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം അതിന് നമ്മുടെ എണ്ണയുടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മുടെ കട്ട്ലെറ്റ്സ് ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ മൊരിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കട്ട്ലേറ്റ്സ് റെഡി ആയിരിക്കുകയാണ്. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന കട്ട്ലേറ്റ്സിനെ ഒരു സെർവിംഗ് പ്ലേറ്റോട്ട് മാറ്റിയാലോ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ബീഫ് കട്ട്ലേറ്റ്? അടിപൊളിയായിട്ടില്ലേ? അപ്പൊ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബീഫ് കട്ട്ലേറ്റ് ആണ്. എന്നാ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പൊ ഈ രീതിയിൽ ആരെങ്കിലും ഒക്കെ ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒട്ടും സ്പൈസി അല്ല, കാരണം നമ്മൾ മറ്റു മുളകുകളൊന്നും ചേർത്തിട്ടില്ല. ആകെപ്പാട് നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടുള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ കവറിലെ ചില്ലി പൗഡർ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഒരുപാട് സ്പൈസി ഒന്നും അല്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആണ് നമ്മുടെ ഈ ബീഫ് കട്ട്ലേറ്റിനുള്ളത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടാൻ ആരും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകണ്ട കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്ക്. അപ്പൊ ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഒന്നും മിസ് ചെയ്യാതെ നിങ്ങൾക്ക് കാണാനും പറ്റും. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായിട്ട് നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ. രുചിയുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കട്ടെ. സ്നേഹത്തോടെ റോഷ്നീസ് ഫുഡ് ആൻഡ് ലൈഫ്.